അതെ, ഒരു മിനിറ്റ്. എല്ലാ പ്രാവശ്യത്തെ പോലെ നമ്മളങ്ങനെ സാധാരണ ഒരു കണ്ടൻറ്റുമായിട്ടല്ല ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. നമ്മൾ ഏകദേശം വൈൽഡ് ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കണ്ടിട്ടാരും ഞെട്ടണ്ട, വലിയ വലയോ മറ്റേ എന്താ പറയുക മീൻ പിടിക്കുന്ന ചൂണ്ടലോ സംഭവങ്ങളോ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൽഡ് ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വീഡിയോ തീരെ മിസ് ചെയ്യാതെ കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൈൽഡ് ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കയ്യിൽ കരുതണം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മീനുള്ള ആരെങ്കിലും ഒരു കുളം. നമുക്ക് സ്വന്തമായിട്ടുള്ള കുളം വേണമെന്നൊന്നുമില്ല, ആരെ കുളമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അതിൽ മീൻ ഉണ്ടായാൽ മതി. പിന്നെ മീൻപിടുത്തം വളരെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബക്കറ്റും കൊണ്ട് പോയാൽ മതി. ഓക്കെ, ബക്കറ്റിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അമ്മമാരോടൊക്കെ ചോദിച്ചിട്ട് വേണം ഈ ബക്കറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, പ്രോ ഫിഷിംഗ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എത്രയൊക്കെ ജോലി തിരക്കാണ്, എത്രയൊക്കെ വളർന്ന് പന്തലിച്ചു എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ നമ്മളെ മൈൻഡിൽ എപ്പോഴും അങ്ങനെ സ്റ്റക്കായി നിൽക്കൂലേ, അതേപോലെയുള്ള ഒരാളാണ് ഈ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നെയും കൂട്ടി പോയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ആൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ നടന്നില്ലെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ ഇങ്ങനെ പ്രകൃതിനോടൊക്കെ ഇണങ്ങി എന്താ പറയുക ഇതുപോലത്തെ മീൻ പിടുത്തോ അല്ലെങ്കിൽ മണ്ണപ്പം ചൂട്ടുകളിയോ ഇതൊക്കെ ഭയങ്കര കുറവായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. ഇനിയിപ്പോൾ ഈ വീഡിയോ എങ്ങാനും കണ്ട് പേരൻസ് അങ്ങനെ എങ്ങാനും കൂട്ടി പോയാലും കുട്ടികൾ ചോദിക്കും തന്ത വൈബാണ് ഇല്ലേ അല്ലെങ്കിൽ തള്ള വൈബായില്ലേ എന്ന് ചോദിക്കും. വെറുതെ എന്തിനാ നമ്മളായിട്ട് അതിന് പോകുന്നല്ലേ. അപ്പം നിങ്ങൾ ചോദിക്കാൻ വന്ന ചോദ്യം എനിക്ക് മനസ്സിലായി, എന്താ ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്ക് എന്താ മീൻ പിടിക്കാനൊന്നും അറിയില്ല എന്നുള്ളത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, പൊതുവേ ഉള്ളൊരു കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മളെ ഫിഷിങ്ങിനൊടുവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകൾ എന്ന് പറയുന്നത് മാനത്തപ്പൊട്ടൻ അല്ലെങ്കിൽ കണ്ണാഞ്ചുട്ടി, പിന്നെ ഒരു ബ്രാലിൻ്റെ കുട്ടിയാണ്. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആ പിടിച്ച പോലെ തന്നെ ആ മീനുകളൊക്കെ തിരിച്ച് ആ കുളത്തിലേക്ക് തന്നെ ഇട്ടിട്ടോ. കാരണം ഓരോ അച്ഛനും അമ്മയൊക്കെ ആ കുളത്തിലല്ലേ ഉള്ളത്, പിന്നെ നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം. ഫുൾ ടൈം വർക്ക് തിരക്ക് കാര്യങ്ങളുമായിട്ട് ഓടുന്നതിനിടയിൽ വല്ലപ്പോഴൊക്കെ പ്രകൃതിയോട് കുറച്ചും കൂടി ഒന്ന് ഇണങ്ങി ജീവിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര റിലാക്സ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നിങ്ങളൊന്ന് അങ്ങനെ പോയി നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിൽ ഇന്ന ചീത്ത അറിയരുതേ. അതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളത്തിലുള്ള വേറൊരാളെ കണ്ടുപിടിച്ചു. ഇതാണ് നമിഞ്ച് അല്ലെങ്കിൽ ഞവണിക്ക എന്നൊക്കെ പറയും തോന്നുന്നു. ഇതിനെന്താ കറക്റ്റ് നിങ്ങളുടെ നാട്ടിൽ പറയാന്നുള്ളത് എനിക്കറിയില്ല. ഈ സാധനത്തിനെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇങ്ങനെ ഇതിനെ വെള്ളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് പിന്നെ വെള്ളത്തിലേക്ക് ഇടുമ്പല്ലേ അത് വെള്ളത്തിനുള്ളിലേക്ക് താഴ്ന്നു പോവും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ആരും ഇല്ലയെന്ന് തോന്നിയാൽ മാത്രമേ അത് തിരിച്ചു മുകളിലേക്ക് വരുള്ളൂ. മീൻ പിടിക്കാൻ പോകുന്ന ഒരു വയലിലായതുകൊണ്ട് തന്നെ മീൻപിടുത്തം കൊണ്ട് മാത്രം തീർന്നില്ല. ചില ഔഷധ സസ്യങ്ങളൊക്കെ പരിചയപ്പെട്ടുട്ടോ. അതായത് നീലഭൃങ്ങാതി നമ്മളെ മുടിയൊക്കെ വളരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമില്ലേ, അതൊക്കെ കണ്ടു. പിന്നെ കുറച്ച് കൂണും പറിച്ചു, നല്ല ഫ്രഷ് നാച്ചുറൽ കൂൺ. ഷടാ, അങ്ങനെ നമ്മളെ വൈൽഡ് ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇവിടെ തീർന്നു കേട്ടോ. പക്ഷെ ആരും വിഷമിക്കേണ്ട, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുള്ളൂ. അപ്പോൾ ശരി, ബൈ.